ഹായ് ഹലോ ഇന്ന് മലപ്പുറത്തുള്ള സാംക്കോല ബിരിയാണി കഴിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ട്ടോ. അങ്ങ് തൃപ്പഞ്ചി മുതൽ ഇങ്ങ് മലപ്പുറം വരെ വന്നത് ഈ ഒരു ബിരിയാണി കഴിക്കാനും വേണ്ടിയിട്ടാണ്. മുന്നിൽ വാഴൻ്റെല അങ്ങോട്ട് നിരത്തി ഇനി അങ്ങോട്ട് വരട്ടെ ഓരോന്ന്. സലാഡ് ഇട്ടു, ചമ്മന്തി ഇട്ടു, മാങ്ങ പിക്കിൾ ഇട്ടു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങ പിക്കിളും ചമ്മന്തിയൊക്കെ. ഇതാണ് കേട്ടോ മെയിനായിട്ട് ഇവിടുത്തത് ബിരിയാണിയും കൂട്ടി കഴിക്കാൻ എന്താണെന്നറിയില്ല. അങ്ങനെ ഹസ്ബൻഡിന് ഒരു ബീഫ് ബിരിയാണിയും പറഞ്ഞ് ഇഷ്മോൾക്ക് ഹാഫും പറഞ്ഞു. പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ അവർ കഴിക്കാൻ നോക്കിയിരുന്നു എന്താപ്പല്ലേ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ളത് നമ്മൾ പപ്പടക്കുട്ടന്മാരുണ്ട്. അത് രണ്ടെണ്ണം തന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചു. ഇഷ്മോൾതും കഴിച്ചു. പിന്നെയും വാങ്ങിച്ചു. അവരെഴുതിണ്ടാവും എന്താല്ലേ ഇവള് പപ്പടം തിന്ന് മരിക്കുന്നു. അങ്ങനെ തന്നെയായിരുന്നു. കാക്കയെ പപ്പടം, കാക്കയെ ഒരു പപ്പടം കൂടി എന്താ പോലെ. അങ്ങനെ എൻ്റെ ബിരിയാണി വന്നു. നല്ല ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സാംകോക്കാരോടാണ് പറയാനുള്ളത്, ഹാഫ് ബിരിയാണിക്ക് ഞങ്ങൾ പോയിന കാലത്ത് 90 100 രൂപ കൊടുത്ത് 10 രൂപേൻ്റെ ടിലോയും വാങ്ങിപ്പോരും. പിന്നെ അത് 100 രൂപ ആക്കി. ഇപ്പോൾ ഹാഫിന് തന്നെ 130 രൂപ ആയി. എന്താ പോലെ ഒന്ന് കുറയ്ക്കേ, എന്താ അപ്പം അത്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വാഴൻ്റെ ഇല മടക്കി വെക്കാനായി. വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.